നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. ബജറ്റ് പ്രതീക്ഷയിലാണ് ഓഹരി വിപണി. 8913 വരെ ഈ വാരത്തിൽ നിഫ്റ്റി ഉയരുന്നത് നമ്മൾ കണ്ടു. പിന്നീട് ചെറിയ തോതിൽ താഴോട്ടുപോയി. വെള്ളിയാഴ്ചയും വിപണി നെഗറ്റീവ് മാർക്കിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ബജറ്റ് സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് ചില സെക്ടറുകളിൽ, ചില ഓഹരികളിലെല്ലാം ശ്രദ്ധേയമായ കുതിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. നിക്ഷേപകർ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നും വിശ്വസിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് ശനിയാഴ്ചയാണ്. സാധാരണ വിപണിക്ക് അവധിയാണ്. അന്ന് വിപണി പ്രവർത്തിക്കണം എന്നൊരു പൊതു ആഗ്രഹം നിക്ഷേപകർക്കുണ്ട്. സെബി ചെയർമാൻ തന്നെ ഇക്കാര്യങ്ങൾ പരിഗണിക്കുന്നു എന്നാണ് പറഞ്ഞത്. സംബന്ധിച്ച തീരുമാനമായിട്ടില്ല. ആദ്യം ഭുവനേന്ദ്രൻ അതിൽ നിന്ന് തുടങ്ങാം. എന്താ എല്ലാവരുടെയും ഒരു ഒപ്പീനിയൻ? അന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കണം എന്നാണ്. നോർമലി എല്ലാവരുടെ ഒപ്പീനിയൻ മാർക്കറ്റ് ഓപ്പൺ ആകണം എന്നാണ്. കാരണം എനിക്ക് ചിലപ്പോൾ ഗവൺമെൻറ് അതിനെതിരായൊരു തീരുമാനമെടുക്കാം. കാരണം വളരെയധികം വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് ചിലപ്പോൾ അത് തീരുമാനം ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ വീണ്ടും ചിലപ്പോൾ അതിന് അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകാം. അതിനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴും ബജറ്റിന് വലിയ പ്രതീക്ഷയാണ് മാർക്കറ്റിന്. ഇപ്പോൾ ഫൈനാൻസ് മിനിസ്റ്റർ വലിയ ബന്ധമില്ല എന്ന് പറഞ്ഞാലും മാർക്കറ്റ് ഈ ഒരു 1 മന്ത് മുഴുവൻ റൈഡ് ചെയ്യുന്ന ബജറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷ. അതിൻ്റെ ഒരു പ്രധാന റീസൺ കഴിഞ്ഞ 9 മാസക്കാലമായി ഗവൺമെൻറ് എടുത്തിരിക്കുന്ന പല മെഷേഴ്സും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ റൈറ്റ് ട്രാക്കിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ബജറ്റിനെ കുറിച്ച് വലിയ പ്രതീക്ഷയാണ് മാർക്കറ്റിനൊക്കെ തന്നെ. അപ്പോൾ ആ ഒരു പ്രതീക്ഷ മാർക്കറ്റിന് അനുകൂലമാണെങ്കിൽ അതുപോലെ SGX നിഫ്റ്റി ആ സമയത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ചിലപ്പോൾ അന്ന് ട്രേഡിംഗ് ഇല്ലെങ്കിൽ അത് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വലിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ്, അത് ഹൈ ആകാം, അത് ഡൗൺ ആകാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ആ ട്രേഡിംഗ് അലൗ ചെയ്യാൻ തന്നെയാണ് സാധ്യത. സാധാരണ ശനിയാഴ്ചകളിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു പതിവില്ല. വെള്ളിയാഴ്ചയാണ് സാധാരണഗതിയിൽ വരുന്നത്. പൊതുവെ വിപണി ഓപ്പൺ ആയിരിക്കുകയും ചെയ്യും. പക്ഷേ ഇത്തവണ നിക്ഷേപകർക്ക് അതിൻ്റെ ഒരു നേട്ടമാണെങ്കിൽ പോലും അത് എടുക്കാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട്. അല്ല, നേട്ടവും കോട്ടവും വരാം. കാരണം വോളറ്റിലിറ്റി വളരെയധികം കൂടുതലാകാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ബജറ്റിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം വളരെയധികം പ്രതീക്ഷയാണ്. അത് ഇൻവെസ്റ്റേഴ്സിനാണെങ്കിലും ബ്രോക്കേഴ്സിനാണെങ്കിലും ഓവറോൾ ഇക്കണോമി ആണെങ്കിലും ഉറ്റുനോക്കുന്ന ഒരു ബജറ്റ് തന്നെയാണ്. അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് മാർക്കറ്റ് ഓപ്പണായി ഇരിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. പൊതുവെ നിക്ഷേപകരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. വിപണി എന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെ കരുതാം. ഏതായാലും മാർക്കറ്റ് വാച്ചിൻ്റെ പ്രേക്ഷകരുടെ കത്തുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ക്ലോസിംഗ് ലെവലുകളുടെ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ചത്തെ സാധ്യതകൾ, പ്രത്യേകിച്ചും ബജറ്റ് വാരാന്ത്യത്തിൽ വരാനിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ആങ്സൈറ്റി, അതിൻ്റെ ഒരു ആവേശം എല്ലാം നിക്ഷേപകർക്കുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റ് ഇപ്പോഴൊരു കൺസോൾട്ടേഷൻ ഫേസിലാണ് മൂവ് ചെയ്യുന്നത്. കാരണം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് നമ്മൾ കണ്ടു. 8473 വരെ മാർക്കറ്റ് RBIയുടെ പോളിസിക്ക് ശേഷം വന്നിരുന്നു, ഷാർപ്പായിട്ടുള്ളൊരു സെല്ലിംഗ് വന്നിരുന്നു. അതിനുശേഷം ബജറ്റ് പ്രതീക്ഷയിലാണ് റിക്കവറി വന്നു. 8913 അഭിലാഷ് നേരത്തെ പറഞ്ഞ ഒരു ഹൈയുടെ അടുത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ. അപ്പോൾ ഇപ്പോഴും ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 9 മാസത്തെ ഗവൺമെൻറ്റിൻ്റെ പോളിസി, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതിന് അനുകൂലമായ ചില എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ്, എസ്പെഷ്യലി ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന ഫോള്, അത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയാനും ഇൻഫ്ലേഷൻ കുറയാനും അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനും ഗവൺമെൻറ്റിന് കുറച്ചുകൂടി എഫക്റ്റീവായി പ്രവർത്തിക്കാനും സ്പെൻഡ് ചെയ്യാനുള്ള ഫണ്ട് കിട്ടുന്നു, സബ്സിഡി ബേർഡൻ ഒഴിവാകുന്നു. ഇതൊക്കെ തന്നെ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബജറ്റിനെ സംബന്ധിച്ച് വളരെയധികം എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിനുള്ളത്. ഇപ്പോൾ ഗ്ലോബലി വലിയ കൺസേൺസ് ഒന്നുമില്ല. ഗ്രീസിൻ്റെ ചെറിയൊരു കൺസേൺ നിലനിൽക്കുന്നു. നെക്സ്റ്റ് വീക്ക് ECB ചെയർമാൻ്റെ സ്പീച്ചുണ്ട്, അതുപോലെ ഫെഡ് ചെയർമാൻ്റെ സ്പീച്ച് വരുന്നു. ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അവരുടെ സ്പീച്ച് തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റിൽ ചില ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലും പ്രതീക്ഷിക്കാം. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്ന FISൻ്റെ ഫ്ലോ തന്നെയാണ്. ഈ വീക്ക് വളരെ ആക്റ്റീവായി FIS മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ക്യാഷ് മാർക്കറ്റിൽ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് 3500 crore നെറ്റ് ബൈയിങ് സൈഡിലാണ് FIS. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും ബൈയിങ് സൈഡിലാണ്. അപ്പോൾ ലിക്വിഡിറ്റി വളരെ ആക്റ്റീവാണ്, FIS വളരെ ആക്റ്റീവാണ് മാർക്കറ്റിൽ. ഇതൊക്കെ തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. തീർച്ചയായിട്ടും ഇനിയത്തെ മാർക്കറ്റിൻ്റെ റൈഡ് എന്ന് പറയുന്നത് ബജറ്റിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയായിരിക്കാം. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കിൽ മൂവ് ഉണ്ടാകും, ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ്, റിയാലിറ്റി, ഇങ്ങനെ പല സെക്ടറിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാം. L&T, BHEL, അതിൽ BML, BL പോലെയുള്ള സ്റ്റോക്കിലൊക്കെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെൻഡിങ് വരാനുള്ള സാധ്യത. ഇതിലൊക്കെ തന്നെ ചിലപ്പോൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യത. BL-ഉം BHEL, BML, ഈ സ്റ്റോക്കിലൊക്കെ, അതുപോലെ L&T, എനിക്ക് തോന്നുന്നു L&T ഇപ്പോഴും ഒരു ലോവർ വാല്യൂവിലാണ്. റിസൾട്ടിന് ശേഷം വലിയൊരു സെൽ ഓഫ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു ചെറിയൊരു പിക്കപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ സെക്ടറിലൊക്കെ തന്നെ വലിയ എക്സ്പെക്റ്റേഷൻ നിലനിൽക്കുന്നുണ്ട്. ഈ മാസം തീർച്ചയായിട്ടും ബജറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷ തന്നെ ആയിരിക്കാം മാർക്കറ്റിനെ റൈഡ് ചെയ്യുന്നത്. ഗ്ലോബലി മേജറായിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് ഒന്നും നിലനിൽക്കുന്നില്ല. അപ്പോൾ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം പോസിറ്റീവാണ്.
കഴിഞ്ഞ 3 എപ്പിസോഡായിട്ട് പറയുന്നത്. പക്ഷേ ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഷോർട്ട് ടൈം റിസ്ക് നിലനിൽക്കുന്നുണ്ട്. വാല്യുവേഷൻ അത്ര ചീപ്പർ വാല്യുവേഷൻ അല്ല ഇന്ത്യൻ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ റീസൺ ലാസ്റ്റ് തേർഡ് ക്വാർട്ടർ റിസൾട്ട് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നില്ല. ആ പ്രതീക്ഷയ്ക്കത്ത് ആ റിസൾട്ട് ഉയർന്നിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഈ ഹയർ വാല്യൂ ജസ്റ്റിഫൈ ചെയ്തേനെ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് ട്രേഡ് ചെയ്യുന്നത്. അത് ഈ ബജറ്റിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഇപ്പോഴും ഈ ഹയർ വാല്യൂവിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് ടൈം മാർക്കറ്റിൽ ചെറിയ റിസ്ക് നിലനിൽക്കുന്നു. പക്ഷേ മീഡിയം ടു ലോങ് ടൈം മാർക്കറ്റ് വളരെ സേഫാണ്. അപ്പോൾ നല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ഇനി ബജറ്റിൽ ഏതെങ്കിലും നെഗറ്റീവ് വന്ന് മാർക്കറ്റിൽ വലിയൊരു ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരികയാണെങ്കിൽ അതൊരു വലിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. എല്ലാം അനുകൂലമാണെങ്കിൽ 9300 ലെവൽ 200 to 300 ലെവലിലേക്ക് നിഫ്റ്റി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലാണ്. അതേസമയത്ത് ഈ പ്രതീക്ഷ നിലനിർത്താൻ ബജറ്റിന് കഴിഞ്ഞില്ല എങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അത് വലിയൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ഇപ്പോഴും താങ്കൾ തന്നെ സൂചിപ്പിച്ചു ചില സെക്ടറുകൾ ബജറ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്, ബജറ്റിൽ വലിയ ഫോക്കസ് വരാൻ സാധ്യതയുണ്ട്. മറ്റ് സെക്ടറുകളിലും നിക്ഷേപം നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ധാരാളമുണ്ട്, മാർക്കറ്റ് വാച്ച് പ്രേക്ഷകർക്കുണ്ട്. അവരെല്ലാം ഒരു ഏത് തരത്തിലൊരു സ്ട്രാറ്റജി ബജറ്റുമായി ബന്ധപ്പെട്ട് ബജറ്റുമായി ബന്ധപ്പെടുത്തി പ്രീ ബഡ്ജറ്റ് റാലി സംഭവിക്കുകയാണെങ്കിൽ വളരെ 9000 മുകളിലേക്ക് നിഫ്റ്റി വരികയാണ്, ഒരു പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കും. അതേസമയത്ത് ബാങ്കിങ് സെക്ടറൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് RBIയുടെ പോളിസിക്ക് ശേഷം പബ്ലിക് സെക്ടർ അതുപോലെ PNB, ബാങ്ക് ഓഫ് ബറോഡ പോലെയുള്ള ബാങ്കുകളുടെ റിസൾട്ടിന് ശേഷം ആ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വന്നു. അതൊക്കെ ഒരു ഡിസ്കൗണ്ട് വാല്യൂലാണ് മൂവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള സ്റ്റോക്കിൽ ഈ SBI അടക്കം PNB, ബാങ്ക് ഓഫ് ബറോഡ പോലെയുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ICICI ബാങ്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കിൽ റിസ്ക് നിലനിൽക്കുന്നില്ല. അതേസമയത്ത് ഒരിക്കലും വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. അപ്പോൾ അതാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്. വാല്യൂ പിക്ക് എന്നുള്ള രീതിയിൽ ഈ കറക്ഷൻ നേരിട്ട സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അതൊരു 40% ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അപ്പോൾ ബജറ്റ് അനുകൂലമാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു മൂവ് ഉണ്ടാകും. ആ റാലിയിൽ എക്സിറ്റ് ചെയ്ത് മാറാം ഷോർട്ട് ടൈം. ദെൻ വീണ്ടും മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ആ രീതിയിൽ മാർക്കറ്റിനെ കാണുന്നതായിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള ഒരു റൈഡ് വരികയാണെങ്കിൽ അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് കൺസിഡർ ചെയ്യുക. അതല്ല ബജറ്റിന് ശേഷം ബജറ്റോട് കൂടി മാർക്കറ്റിൽ വലിയൊരു സെൽ ഓഫ് വന്നാലും അതിനകത്ത് ഒരിക്കലും ഫിയറിൻ്റെ ആവശ്യമില്ല. കാരണം മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ട് തന്നെ തിരിച്ചു വരും. ഇതൊക്കെ തന്നെ ഒരു ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഗവൺമെൻറ് റൈറ്റ് ട്രാക്കിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇന്ത്യ സേഫ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. FISന്റെ ഫ്ലോ ഇന്ത്യയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു ഇവന്റ് തന്നെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ തീർച്ചയായിട്ടും മാർക്കറ്റിനും ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ തന്നെ നിലനിൽക്കുന്നുമുണ്ട്. മാർക്കറ്റ് വാച്ചിൽ ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രേക്ഷകരുടെ കത്തുകളിലേക്ക് വരാം. ഈ വാരം ലഭിച്ച കത്തുകളിലേക്ക് പോകുന്നു. ശ്രീ വിജയകുമാർ പാല, അദ്ദേഹത്തിൻ്റെ കത്താണ് ഏറ്റവും ആദ്യം. അദ്ദേഹത്തിന് അറിയേണ്ടത് സെലാൻ എക്സ്പ്ലോറേഷൻ അദ്ദേഹം അത് ഹോൾഡ് ചെയ്യുകയായിരുന്നു. പക്ഷേ ക്രൂഡ് ഓയിൽ വില താഴോട്ട് പോയത് ആ സ്റ്റോക്കിൽ ഒരു ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. എന്ത് സ്ട്രാറ്റജി എടുക്കണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഇ-കൊമേഴ്സ് സെക്ടറിൽ ശ്രദ്ധേയമായ സ്റ്റോക്കുകൾ ഏതൊക്കെ. ഒപ്പം തന്നെ അദ്ദേഹത്തിന് അറിയേണ്ടത് ഒരു ഇൻഡോ സോളാർ എന്ന കമ്പനിയുടെ സ്റ്റോക്കും അദ്ദേഹം വാങ്ങിയിരുന്നു. അത് ചെറിയ വ്യത്യാസം ആ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഫണ്ടമെൻ്റൽസ് ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഇത് സോളാർ സെഗ്മെൻറ്റ് തീർച്ചയായിട്ടും പോസിറ്റീവാണ്. അതിൽ ഇൻഡോ സോളാർ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ഡെറ്റും ലോസ് മേക്കിംഗ് കമ്പനിയാണ്. പക്ഷേ വീണ്ടും സോളാർ വലിയൊരു സ്കോപ്പുള്ളൊരു ബിസിനസ്സാണ്. പക്ഷേ അതിലേക്ക് ഈ കമ്പനിക്ക് എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. വലിയ പ്ലെയേഴ്സ് വരികയാണ്, ഹിന്ദുജ, M&M പോലെയുള്ള വലിയ പ്ലെയേഴ്സ്, ഈവൻ ടാറ്റയൊക്കെ, അതിൽ അദാനി ഗ്രൂപ്പൊക്കെ വരുമ്പോൾ ഇതൊക്കെ വലിയ കമ്പനികളാണ്. അത് വലിയൊരു സെക്ടർ തന്നെയാണ് സോളാർ എന്ന് പറയുന്നത്, വലിയ മേഖലയാണ്. പക്ഷേ ഈ കമ്പനിക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു 5 rupees 6 rupees ഉള്ള സ്റ്റോക്കിലൊക്കെ തന്നെ മാർക്കറ്റിൽ ഒരു ബുൾ റൈഡ് വരികയാണെങ്കിൽ ഇതിലൊക്കെ തന്നെ ഷാർപ്പായുള്ള ഒരു റൈഡ് സംഭവിക്കും. ആ ഡിസിഷൻ അദ്ദേഹം എടുക്കുന്നതായിരിക്കും നല്ലത്. സെലാൻ എക്സ്പ്ലോറേഷൻ ഇപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസിനുണ്ടായിരിക്കുന്ന ഫോള് തന്നെയാണ്. സ്റ്റോക്കിൽ വളരെ ഷാർപ്പായുള്ള സെൽ വന്നു. അദ്ദേഹത്തിന് ബൈയിങ് ലെവൽ 600 rupeesനാണ് ബൈയിങ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് വീണ്ടും ഒന്ന് ആവറേജ് ചെയ്യുക. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. കുറച്ച് പേഷ്യൻസ് കാണിക്കുക. ഇപ്പോൾ റിലയൻസിലും ONGC ഒക്കെ തന്നെ നമുക്കറിയാം ഈ റൈഡിലൊന്നും ഈ സ്റ്റോക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതിലുപരി ആ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ഷാർപ്പായുള്ള ഫോൾ
സംഭവിച്ചു. ഇപ്പോൾ റിലയൻസ് ആണെങ്കിലും ONGC ആണെങ്കിലും സെലാൻ ആണെങ്കിലും സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ്. ഇപ്പോഴും ആ സ്റ്റോക്ക് ഒരു ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അദ്ദേഹം ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. ദെൻ ലോജിസ്റ്റിക്കിൽ ഇപ്പോഴും വളരെ സൗണ്ടായിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമുക്ക് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന കുറച്ച് സ്റ്റോക്കുകൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്നു. അതിൽ GDL ആണ്. GDL ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ്. അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. 400, 360 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 480 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഗതി 220, 200 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഗതി. തീർച്ചയായിട്ടും ആ ലോജിസ്റ്റിക് സെക്ടറിൽ ഏറ്റവും വളരെ ഫെമിലർ ആയതും വലിയൊരു റൈഡ് ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. അതുകൊണ്ട് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. അടുത്തൊരു കറക്ഷനോടുകൂടി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 290 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ കോൺകോർ ആണ്. കോൺകോർ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. പുതുതായി ഗവൺമെൻറ് അനൗൺസ് ചെയ്യാൻ പോകുന്ന പദ്ധതികളൊക്കെ തന്നെ ഇവരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിരിക്കും. 1500 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട്. ദെൻ 1375 അതൊരു സേഫർ എൻട്രി ലെവൽ. 1375 ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 1700 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ ഒരു സെക്ടറിൽ എനിക്ക് തോന്നുന്നു പരിഗണിക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്ക് GDL, ഗതി, അതുപോലെ തന്നെ കോൺകോർ, അതുപോലെ തന്നെ നമുക്കറിയാം സ്നോമാൻ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാം. ഒരു റൈഡിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് ലാസ്റ്റ് വീക്ക് 82 ലെവൽ വരെ സ്റ്റോക്ക് വന്നിരുന്നു. എന്നാൽ ഫ്രൈഡേയോട് കൂടി വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചു. 93 ലെവലിലേക്ക് ഷാർപ്പായിട്ടുള്ള മൂവ് വന്നു. 90 ബിലോ സേഫായിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് തന്നെയാണ്. സ്നോമാൻ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ സേഫായിട്ടുള്ള ഒരു ബെറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകൾ, ഇതിന് ഇൻഡോസോളാർ അദ്ദേഹം ആ ഡിസിഷൻ എടുക്കുക, സെലാൻ ആവറേജ് ചെയ്യുക, ബാക്കി ഈ ലോജിസ്റ്റിക്കലി സ്റ്റോക്കുകളൊക്കെ തന്നെ. ഇത് ഇദ്ദേഹത്തിന് മാത്രമല്ല എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഈ സ്റ്റോക്ക് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാം. മാർക്കറ്റിൽ ശ്രദ്ധിക്കുക, ഒരിക്കലും ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ്, വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിൽ അഡ്വൈസബിൾ അല്ല. ഇപ്പോഴത്തെ രീതിയിൽ ഒരു 40% ഇൻവെസ്റ്റ്മെൻറ്റ് കറണ്ട് ലെവലിൽ അഡ്വൈസബിൾ ആണ്. കാരണം ബജറ്റിനെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷ മാർക്കറ്റിൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് റൈഡ് സംഭവിക്കാം. അപ്പോൾ നമ്മൾ ചേസ് ചെയ്തൊരു സ്റ്റോക്ക് മേടിക്കുമ്പോൾ മാർക്കറ്റിൽ വീണ്ടും ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ട് ബജറ്റിൽ എന്തെങ്കിലും നെഗറ്റീവ് വരികയാണെങ്കിൽ മാർക്കറ്റ് അതിനോട് വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷോർട്ട് ടൈം മാർക്കറ്റിൽ റിസ്ക് ഉണ്ട്. കെയർഫുള്ളായിട്ട് മാർക്കറ്റിനെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കാണുന്നതായിരിക്കും നല്ലത്. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ കൃഷ്ണപ്രസാദ് ആലപ്പുഴ. അദ്ദേഹം ജിൻഡാൽ സ്റ്റീലിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അദ്ദേഹം നേരത്തെ 2500 സ്റ്റോക്കുകൾ 269 രൂപയ്ക്ക് വാങ്ങിയിരുന്നു. പിന്നീട് ഈ സ്റ്റോക്ക് താഴോട്ട് പോയി 136 ലെവലിൽ വെച്ച് അദ്ദേഹം വീണ്ടും ഏകദേശം 3500ഓളം സ്റ്റോക്ക് വാങ്ങി. ഇത് ആവറേജ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് പ്രൈസ് 200 രൂപയ്ക്ക് അടുത്തെത്തി. ഏത് സ്ട്രാറ്റജിയാണ് ഇനി എടുക്കേണ്ടതെന്ന് ചോദിച്ചു. അല്ല, ജിൻഡാലൊരു ഭാഗ്യം. കാരണം എനിക്കൊന്ന് ഒരു 3 എപ്പിസോഡ് മുമ്പ് ഈ ലെറ്റർ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. സ്റ്റോക്ക് ആവറേജ് ചെയ്യുക 269 എന്ന് പറയുന്ന ഒരു വലിയ ബൈങ് ലെവലായിരുന്നു. ഇപ്പോൾ നേരത്തെ ജിൻഡാൽ ഓൺ ചെയ്തതിന് കോൾ ബ്ലോക്ക് അവർക്ക് ഛത്തീസ്ഗഡിൽ അവർക്ക് ലൈസൻസ് കിട്ടി. അത് വളരെ പോസിറ്റീവായിരുന്നു. അതാണ് വ്യാഴാഴ്ച ഷാർപ്പായിട്ട് 25% ബെറ്റർ ആയിരുന്നു. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതേ വളരെ നല്ല ഡിസിഷൻ. ഇത് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഈ ഒരു ലെറ്റർ മാതൃക തന്നെയാണ്. കാരണം സ്റ്റോക്ക് വളരെ നല്ലതായിരുന്നു. ഗവൺമെൻറ് എടുത്ത ചില മെഷേഴ്സ്, അല്ലെ കോർട്ടിൽ നിന്ന് ഓർഡർ, റീ ഓപ്ഷൻ വന്നു. അത് ഇവർ ഓൺ ചെയ്ത കോൾ മൈനൊക്കെ ഇവർക്ക് കിട്ടി എന്നുള്ളത് പോസിറ്റീവ്. അതാണ് സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു വറി തന്നെയായിരുന്നു. കാരണം വളരെയധികം ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിരുന്നു. ആ സ്റ്റോക്കൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചിരുന്നു. ഇപ്പോൾ 200 ലെവലിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആവറേജ് പ്രൈസ്, അദ്ദേഹം 3500 സ്റ്റോക്ക് 136 ആവറേജ് ചെയ്ത നല്ല ഡിസിഷൻ തന്നെയാണ്. തീർച്ചയായും എനിക്കൊന്നൊരു പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ്, അറ്റ്ലീസ്റ്റ് ആ 3500 സ്റ്റോക്ക് അടുത്തൊരു ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറുക. ദെൻ ഫസ്റ്റ് ലെവൽ 269 മേടിച്ച സ്റ്റോക്ക് വീണ്ടും ഹോൾഡ് ചെയ്യുക. എനിക്കൊന്ന് ആവറേജ് പ്രൈസ് അറൗണ്ട് ഒരു 195 വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്റ്റോക്കുകൾ വാങ്ങുന്നു, അതിൽ ചെറിയൊരു ലോസ് സംഭവിച്ചാൽ ഈ ആവറേജ് ചെയ്യാനായിട്ട് ആളുകൾ തയ്യാറാവുന്നു. എന്തോ ഒരു പൊതു മനഃശാസ്ത്രം എന്താ, എങ്ങനെയാണ് താങ്കളുടെ ഒരു അനുഭവം? അല്ല, അഭിലാഷ്, അത് ആവറേജ് ചെയ്യണം. ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പാടില്ല. പൊതുവെ നിക്ഷേപകർ അതിന് താല്പര്യം കാണിക്കാറില്ല. അതിന്റെ റീസൺ, ആദ്യത്തെ ലെവൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്യാപിറ്റൽ അലോക്കേഷൻ നടത്തുമ്പോൾ നമ്മൾ പലപ്പോഴും മാർക്കറ്റ് വാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു 10 lakhs ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പരിഗണിക്കുമ്പോൾ ആ സ്റ്റോക്കിൽ ഒരു ഇനീഷ്യലി 40%, ദെൻ 40-20 ആ റേഷ്യോ ആയിരിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് സ്റ്റോക്കിൻ്റെ ഓരോ ലെവലിൽ മൂവിങ് റേഞ്ച് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് റിലയൻസ് തന്നെ എടുക്കാം. റിലയൻസിൻ്റെ ഒരു ഫോൾ സംഭവിക്കും 1080 നിന്നാണ്. ഈ 1080 ഈ സ്റ്റോക്ക് 1020 വരെ വന്നു. എഗെയിൻ ഈ സ്റ്റോക്ക് 1080 വരെ മൂവ് ചെയ്തിരുന്നു. ദെൻ വീണ്ടും ഈ സ്റ്റോക്ക് അപ്പോൾ 1080 ബൈ ചെയ്ത് നിക്ഷേപകരെ എക്സിറ്റ് കിട്ടുന്നില്ല.
അതേസമയത്ത് 1020ക്ക് അവർ സെക്കൻഡ് ലെവൽ ആവറേജ് ചെയ്തിരുന്നെങ്കിൽ ആ സെക്കൻഡ് ആവറേജ് ഇവർക്ക് 1080 ലെവലിൽ എക്സിറ്റ് ചെയ്യാം. ദെൻ വീണ്ടും 960ലേക്കാണ് സ്റ്റോക്ക്. ഇപ്പോൾ ഇവിടെ ഡൗൺ സൈഡ് സ്റ്റോക്കിൻ്റെ ബ്രേക്ക് ചെയ്ത് പോകണം. കാരണം ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന ഫോള് ഇതിനെ നെഗറ്റീവായിട്ട് ബാധിച്ചു. അതാണ് ആ സ്റ്റോക്കിൽ മാത്രമാണ് ഇങ്ങനെ സംഭവം. അപ്പോൾ 960 അഗൈൻ 1020ലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. വീണ്ടും 930 പോയി അഗൈൻ 1010ൽ വന്നു. വീണ്ടും ആ 930 എന്ന് പറയുന്ന ലോങ് ടേം സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് 860ലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. അപ്പോൾ എത്രയോ ഓപ്പർച്യൂണിറ്റി അഭിലാഷ് ഇവിടെ ലഭിക്കുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സിന്. അപ്പോൾ മൂവിങ് റേഞ്ച് മാറുകയാണ്. ഒരു സമയത്ത് 1020 980 1080 എന്നുള്ളതും ദെൻ 920 980 എന്ന് പറയുന്ന മൂവിങ് റേഞ്ചിലേക്ക് വരുന്നു. അഗൈൻ വീണ്ടും 920 1020 എന്ന് പറയുന്ന മൂവിങ് റേഞ്ചിലേക്ക് വരിക. ദെൻ ഇപ്പോൾ ഫൈനലി 830 920 എന്ന് പറയുന്ന മൂവിങ് റേഞ്ചിലേക്ക് വന്നു. ദെൻ വീണ്ടും 860ലേക്ക് സ്റ്റോക്ക് ഫോളോ വന്നു. ദെൻ 860 940 എന്നുള്ള മൂവിങ് റേഞ്ച്. ഇപ്പോൾ കറണ്ട് മൂവിങ് റേഞ്ച് റിലയൻസിൻ്റെ 860 940 ആണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് 840ക്ക് മേടിച്ചെങ്കിൽ മാത്രമേ 920ക്ക് സെല് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ 1080ക്ക് ബൈ ചെയ്ത ഒരാൾ ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്തില്ലെങ്കിൽ അവിടെ സ്റ്റക്ക് ആവും. അതുകൊണ്ട് ഒരിക്കലും സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. സെയിം ലോജിക്ക് തന്നെ ജിൻഡാലിലും സംഭവിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫോളിങ് മാർക്കറ്റിൽ സ്റ്റോക്കിലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. കാരണം 2-3 സ്റ്റേജായിട്ട് മേടിക്കും. ഫസ്റ്റ് സ്റ്റേജ് ചിലപ്പോൾ നമ്മൾ ബ്ലോക്ക് ആവും. സെക്കൻഡ് സ്റ്റേജ് മൂവിങ് ട്രേഡിംഗ് റേഞ്ചിലേക്ക് വരും. തേർഡ് റേഞ്ച് വീണ്ടും നെഗറ്റീവ് വന്നാൽ വീണ്ടും തേർഡ് റേഞ്ചിലേക്ക് പോകുമ്പോൾ അതും ഒരു മൂവിങ് റേഞ്ച് ഫിക്സ് ചെയ്യും. പക്ഷേ ഓരോ ലെവലിലും മൂവിങ് റേഞ്ച് ഫിക്സ് ചെയ്യും. ഓരോ സ്റ്റോക്ക് നമ്മളെടുത്ത് ചാർട്ട് സ്റ്റഡി ചെയ്ത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ റിലയൻസ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. 830 920 എന്ന് പറയുന്ന മൂവിങ് റേഞ്ചാണ്. ദെൻ 860 940 എന്ന് പറയുന്ന മൂവിങ് റേഞ്ച്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 942 ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും 870ലേക്ക് സ്റ്റോക്ക് ഫോളോ വന്നു. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും താഴേക്കുള്ള ട്രെൻഡ് വരും മേടിക്കാനും തയ്യാറാകണം. നോർമലി 1080ക്ക് ഒരാൾ റിലയൻസ് മേടിച്ചാൽ അത് 960 വന്നാൽ അവർക്ക് ഫിയറായി. പിന്നെ അവർ സെക്കൻഡ് സ്റ്റേജ് മേടിക്കില്ല നോർമലി. എന്ന് വെച്ചാൽ നഷ്ടം വന്നു, ഇനി വീണ്ടും അതിൽ നഷ്ടം വരുന്നു. പക്ഷേ സൗണ്ടായിട്ടുള്ള സ്റ്റോക്ക് എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. വീണ്ടും താഴേക്ക് പോയി വീണ്ടും ആവറേജ്. ഇപ്പോൾ 1080ക്ക് ഫോർ എക്സാമ്പിൾ ഒരാൾ ബൈ ചെയ്തു, 960 ബൈ ചെയ്തു, 1010 ആവറേജ് വന്നു. അഗെയിൻ അദ്ദേഹം 840ക്ക് വീണ്ടും ബൈ ചെയ്യുമ്പോൾ 920ലേക്ക് ആവറേജ് വരികയാണ്. അപ്പോൾ 920 എന്ന് പറയുന്ന അടുത്തൊരു റൈഡ് വന്നാൽ നമുക്ക് പ്രോഫിറ്റിൽ മാറാവുന്നതാണ്. അപ്പോൾ അത് ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ശ്രദ്ധിക്കണം. വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയില്ല, 2-3 സ്റ്റേജ് ആയിട്ട്. ഈ തേർഡ് ലെവൽ ട്രിഗർ ചെയ്യണമെങ്കിൽ അത്രയും നെഗറ്റീവ് ന്യൂസ് വന്നെങ്കിൽ മാത്രമേ ഏത് സ്റ്റോക്ക് ആണെങ്കിൽ തേർഡ് ട്രിഗർ വരാൻ സാധ്യത. ഇപ്പം ഫോർ എക്സാമ്പിൾ ജിൻഡാൽ തേർഡ് ട്രിഗർ ചെയ്യാനുള്ള റീസൺ എന്താ? സുപ്രീം കോർട്ടിൻ്റെ കോളിൻ്റെ ബാൻ ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നെഗറ്റീവ് ആ സ്റ്റോക്കിൽ വന്നു. റിലയൻസ് എന്താണ്? ക്രൂഡ് ഓയിൽ പ്രൈസ്. അങ്ങനെ എല്ലാ സ്റ്റോക്കിലും ഇങ്ങനെയുള്ള നെഗറ്റീവ് വരുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ മഹീന്ദ്ര എടുക്കുക. 1350ൽ നിന്ന് സ്റ്റോക്ക് ഷാർപ്പായി ഫോൾ വന്നു. 2 സ്റ്റേജ് ബൈ ട്രിഗർ ചെയ്തു. എന്താ ന്യൂസ്? സെയിൽസ് മോശമായി. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസ് വരുമ്പോൾ, നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് ആണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അപ്പോൾ ആവറേജ് ചെയ്യാനുള്ള കറേജ് വളരെ കുറവാണ്. എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു കാരണവശാലും വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ. എത്ര ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് ആണെങ്കിലും. കാരണം എക്സ്റ്റേണലായിട്ട് കുറേയധികം കാര്യങ്ങൾ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അത് സ്റ്റോക്കിൽ നെഗറ്റീവ് ന്യൂസ് ഇല്ലെങ്കിൽ പോലും ഈ സ്റ്റോക്കിൽ ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കുക. ഇങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ ആ സ്റ്റോക്കിനെ സ്പെസിഫിക് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നതല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവാണ്. ഇപ്പോൾ ജിൻഡാലിൻ്റെ കാര്യം തന്നെ എടുക്കുക. കാരണം ലാസ്റ്റ് ക്വാർട്ടറിൽ 450 crore പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്തു. 350 എല്ലാ അനലിസ്റ്റുകളും ടാർഗറ്റ് പറഞ്ഞ സ്റ്റോക്കാണ്. ആ കോൾ ബ്ലോക്ക് കൊണ്ട് ഷാർപ്പായി ഫോൾ വന്നത്. ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തു, ഇവർക്ക് ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ട് ഇൻവെസ്റ്റേഴ്സ് അത് ബൈ ചെയ്യാൻ തയ്യാറായില്ല. പക്ഷേ ഈ ന്യൂസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഷാർപ്പായിട്ടുള്ള ഒരു മൂവ് ഈ സ്റ്റോക്കിൽ വന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡിസിഷൻ നല്ലതാണ്. അടുത്തൊരു ഹയർ ലെവൽ വരുമ്പോൾ ഈ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്ത് ഇനീഷ്യലി നമ്മൾ ഹോൾഡ് ചെയ്ത സ്റ്റോക്ക് ഇപ്പോഴത്തെ രീതിയിൽ ഹോൾഡ് ചെയ്യുക. ദെൻ അടുത്തൊരു റൈഡിൽ എക്സിറ്റ് ചെയ്ത് മാറുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ഓക്കെ, മാർക്കറ്റ് വാച്ചിൽ അടുത്ത കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ച് തുടരുന്നു. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ പോൾ വി കെ, ഗ്രാനുൾസ് ഇന്ത്യ, നാറ്റ്കോ ഫാർമ ആൻഡ് ടെക് മഹീന്ദ്ര, ഈ സ്റ്റോക്കുകളെ കുറിച്ചാണ് പോൾ ചോദിക്കുന്നത്. ഇതിൽ ഗ്രാനുൾസ് ഇന്ത്യ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിനാണ് ഇവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 770 and 720 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 900 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂയിലാണ്. കറണ്ട് ലെവലിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. 770 and 720 രണ്ട് ലെവൽ, മേജർ രണ്ട് സപ്പോർട്ട് ലെവലാണ്. ആ ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ദെൻ നാറ്റ്കോ ഫാർമയാണ്. ബൾക്ക് കെമിക്കൽ ആ സെഗ്മെൻറ്റിലേക്കാണ് പ്രധാനമായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. സെയിം വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂയിലാണ്. 1250 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 960
1250 നിന്ന് മാർക്കറ്റിൽ ഒരു ഫോൾ സംഭവിച്ചാൽ ഒരു ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരും. അതുകൊണ്ട് ആ ഒരു ലെവൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 1650 ആണ് സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ്. ദെൻ ടെക് മഹീന്ദ്ര ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 2600 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ ടെക് മഹീന്ദ്രയും കുറച്ച് വാല്യുവേഷൻ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ഹയർ വാല്യൂലാണ് മൂവ് ചെയ്യുന്നത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഗ്രാനുൾസ് ആണെങ്കിലും നാറ്റ്കോ ഫാർമ ആണെങ്കിലും ടെക് മഹീന്ദ്ര ആണെങ്കിലും റിസ്ക് നിലനിൽക്കുന്നില്ല. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്ട്രാറ്റജി തന്നെയാണ്. വൺ ടൈം ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. കാരണം നമുക്ക് ബാങ്കിൽ നല്ല ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ ഡീപ്പ് ഡിസ്കൗണ്ട് വാല്യൂയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈവൻ FD ബ്രേക്ക് ചെയ്തിട്ട് പോലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അതുപോലെ തന്നെ 2-3 സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഒരാളും റിസ്ക് എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം വളരെ പേഷ്യൻസോടുകൂടി മാർക്കറ്റിനെ സമീപിക്കുക. ഈ പേഷ്യൻസ് പലർക്കും ഇല്ല. ഞാൻ നേരത്തെ അത്രയും ഒരു ലോങ് ടോക്ക് നടത്താനുള്ള റീസൺ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞാൽ എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത് വളരെ കെയർഫുള്ളായി സ്റ്റഡി ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെടും. പേഷ്യൻസ് വേണം. 2-3 സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ ടെക് മഹീന്ദ്ര 3100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്കെല്ലാം തന്നെ ഈ 3 സ്റ്റോക്കും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. പക്ഷേ ഈ 3 സ്റ്റോക്കിൻ്റെയും വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂലാണ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് ലെവൽ എത്ര % ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് ചോദിച്ചാൽ 30% ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. 70% ഈ സ്റ്റോക്കിൽ നമ്മൾ റിസർവ് വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാർക്കറ്റ് വാച്ചിന് ലക്കം അവസാനിക്കുന്നു. നേരത്തെ ഭുവനേന്ദ്രൻ സൂചിപ്പിച്ച പോലെ ബജറ്റ് വാരത്തിലേക്ക് വിപണി കടക്കുകയാണ്. വലിയ തോതിലുള്ള ചാഞ്ചാട്ടങ്ങൾക്ക് സാധ്യതയുള്ള വാരമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വിപണിയെ സമീപിക്കുക എന്നാണ് ഭുവനേന്ദ്രൻ സൂചിപ്പിച്ചത്. മാർക്കറ്റ് വാച്ചിന് ലക്കം അവസാനിക്കുന്നു. ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.